നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ഇറങ്ങിയ നടൻ വിജയ്ക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരണം മുതൽ അത്ര നല്ല കാലമല്ല. കരൂർ ദുരന്തം, അതേ തുടർന്നുള്ള പോലീസിന്റെ നടപടി, CBIയുടെ ചോദ്യം ചെയ്യൽ, അങ്ങനെ കേസും നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഭാര്യ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത്. അങ്ങനെ വിവാഹമോചന ഹർജി, അങ്ങനെ ഓരോ കേസും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു കേസ് കൂടി വിജയ്ക്കെതിരെ വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് TVK നേതാവും നടനുമായ വിജയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 5 വകുപ്പുകൾ ചുമത്തി വിജയ് ഉൾപ്പെടെ 500 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയിലാണ് നടപടി. ഗതാഗത കുരുക്കുണ്ടാക്കി, അനുവദിച്ചതിൽ കൂടുതൽ ഉച്ചഭാഷകൾ ഉപയോഗിച്ചു തുടങ്ങി വിവിധ ആരോപണങ്ങളാണ് താരത്തിനെതിരെയുള്ളത്. അതേസമയം വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലീസ് സുരക്ഷ ഒരുക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി TVK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. അജയ് സുധ ബിജു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അജയ്, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്റ്റാലിന് ബദലായി പുതിയൊരു മുന്നേറ്റവുമായി രംഗത്ത് ഇറങ്ങിയതാണ് വിജയ്. അതായത് തമിഴ്നാട്ടിലെ പുതിയ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് TVK രൂപീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിജയ്ക്ക് ഒന്നിനു പിറകെ ഒന്നായി കേസും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കേസ്. ഇത് ഇപ്പോൾ 500 പേർക്കെതിരെ, അതായത് TVK പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെ 500 പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ നടപടി? ടോം, ഇന്നലെയാണ് വിജയ് പെരമ്പൂരിൽ തൻ്റെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിനെ തുടർന്ന് അദ്ദേഹം ഒരു റാലിയായിട്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. ഇന്നലെ 12 മണിക്കാണ് അദ്ദേഹം പെരമ്പൂരിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഏതാണ്ട് അതേ സമയത്ത് തന്നെ അദ്ദേഹം പത്രിക സമർപ്പിച്ചു. ഒരു 15 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു. 12:15 കൃത്യം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പെരമ്പൂരിൽ സമർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ജനങ്ങളെ ആ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഓഫീസിന് പുറത്ത് തന്നെ താരത്തിനെ കാത്ത് നിരവധി അനുയായികളും അതുപോലെ തന്നെ പ്രവർത്തകരും ഉൾപ്പെടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് വിജയ് ഇവരെ അഭിസംബോധന ചെയ്ത് ഒരു റാലിയായി മുന്നോട്ട് തിരിക്കുകയായിരുന്നു. വിജയ് അടുത്ത് ഷെഡ്യൂൾ ചെയ്തിരുന്ന പരിപാടി എന്ന് പറയുന്നത് കൊളത്തൂരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അവിടെ എത്തി ആ ഒരു പാർട്ടി പ്രവർത്തകനെ ഉൾപ്പെടെ വിജയ് അഭിസംബോധന ചെയ്ത് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൊളത്തൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അദ്ദേഹം ഒരു റാലിയായി തന്നെ മുന്നോട്ട് പോയിരുന്നത്. ആക്ച്വലി ഇന്നലെ 2 മണിയോടെയാണ് വിജയുടെ ഒരു റാലിയുടെ സമയം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇതിന് ഏതാണ്ട് 1 മണിക്കൂർ മുൻപേ 1:05 കൂടി തന്നെ വിജയ് ഈ റാലി ആരംഭിച്ചിരുന്നു. അങ്ങനെ ഈ റാലി ആരംഭിച്ച സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് റോഡിൽ അനുഭവപ്പെടുകയായിരുന്നു. നിരവധി ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ തിക്കും തിരക്കും കൂട്ടി. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് അവിടെ അനുഭവപ്പെട്ടു. ഈ സംഭവത്തിലാണ് വിജയ്ക്കെതിരെ നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നൽകിയിട്ടുള്ള പരാതിയിലാണ് വിജയ്ക്കെതിരെ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കാട്ടിയിട്ടാണ് വിജയ്ക്കെതിരെ പരാതിയുള്ളത്. നിരവധി കാര്യങ്ങൾ വിജയ്ക്കെതിരെയുള്ള ആരോപണങ്ങളായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചു, അതുപോലെ തന്നെ അനുവദിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഉച്ചഭാഷിണികൾ ഉപയോഗിച്ചു പ്രസംഗത്തിനും മറ്റും. അത്തരം നിരവധി കാര്യങ്ങൾ വിജയ്ക്കെതിരെ പരാതിയായി ഉന്നയിക്കുന്നുണ്ട്. പോലീസ് 5 വകുപ്പുകൾ ചുമത്തിയാണ് താരത്തിനെതിരെ കേസെടുത്തിട്ടുള്ളതെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. വിജയ് ഉൾപ്പെടെ 500 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ വിജയുടെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഇതിൽ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയ്ക്കെതിരെ ചിലപ്പോൾ ഈ വിജയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുന്നറിയിപ്പ് മാത്രം നൽകി വിടാനും അങ്ങനെ പലതരത്തിലുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇത്തരമൊരു കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒരു തീരുമാനമെന്ന് പറയുന്നത്. അതേസമയം TVKയുടെ ഭാഗത്ത് നിന്ന് ഒരു അതിനിടെ ഈ വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലീസ് സുരക്ഷ ഒരുക്കിയില്ലെന്നൊരു ആരോപണം പാർട്ടി നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അത് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടും സമാനമായിട്ടുള്ള പ്രശ്നമായിരുന്നു TVK ചൂണ്ടിക്കാണിച്ചത്. അത്തരം വലിയൊരു ദുരന്തമുണ്ടാകാൻ, നിരവധി മനുഷ്യരുടെ ജീവൻ പൊലിയാൻ കാരണം പോലീസ് വേണ്ടത്ര സുരക്ഷ ഒരുക്കാത്തത് കൊണ്ടെന്നായിരുന്നു TVKയുടെ വാദം. ഇവിടെയും സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്തെത്തുന്നുണ്ട്. സ്വാഭാവികമായും വിജയ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ
ആ താരാരാധന കാരണം നിരവധി പ്രവർത്തകർ മാത്രമല്ല സാധാരണ ജനങ്ങൾ പോലും വിജയെ കാണാൻ വേണ്ടി അവിടെ എത്തും. അത് സ്വാഭാവികമാണ്. അവരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഗതാഗതക്കുരുക്കുണ്ടാകാം. അനുവദിച്ച് കൂടുതൽ ആളുകൾ അവിടേക്ക് അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ പോലീസല്ലേ ഈ സുരക്ഷ ഒരുക്കേണ്ടതും? TVKക്കെതിരെ ഇത്തരമൊരു കേസുമായി പോലീസ് മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ TVK നേതാവായിട്ടുള്ള CTR നിർമ്മൽ കുമാർ പോലീസിനെതിരെ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിർമ്മൽ കുമാർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായിട്ടും ടോം സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ തന്നെയാണ്. പോലീസിൽ കൃത്യമായിട്ടുള്ള അനുമതി വിജയുടെ ഈ റാലിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ തേടിയിരുന്നു. പോലീസ് ഇതിന് അനുമതി നൽകിയതുമാണ്. എന്നാൽ ഈ ഒരു അനുമതി നൽകിയിട്ടും പോലീസ് ഈ റാലിക്ക് വേണ്ടത്ര സുരക്ഷ നൽകിയില്ല എന്നാണ് നിർമ്മൽ കുമാർ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി സമർപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡൽഹിയിലും അതുപോലെ തന്നെ ചെന്നൈയിലുമുള്ള ഓഫീസുകളിൽ അദ്ദേഹം ഈ ഒരു പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത്. അതായത് വിജയ് ഈ ഒരു പെരമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കൊളത്തൂരിലേക്കുള്ള യാത്രക്കിടെ അദ്ദേഹം വലിയൊരു ഗതാഗത കുരുക്കിൽ ഉൾപ്പെട്ടു. അതുപോലെ തന്നെ വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹം അകപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് നേരത്തെ തന്നെ TVK മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ പോലീസ് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ മേഖലയിൽ ഒരുക്കിയിരുന്നില്ല എന്നതാണ് TVK ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത്. അതേസമയം അവർ മറ്റൊരു കാര്യം കൂടി ഉയർത്തിക്കാട്ടുന്നുണ്ട്. വിജയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരു തുറന്ന വാഹനം അനുവദിക്കണം എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ തുറന്ന വാഹനത്തിൽ പ്രചരണം നടത്തുന്നതിൽ നിന്ന് പോലീസ് വിജയെ വിലക്കിയതാണ്. അതേസമയം തന്നെ നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായിട്ടുള്ള MK സ്റ്റാലിന് തുറന്ന വാഹനത്തിൽ പ്രചരണം നടത്താൻ പോലീസ് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തൊട്ടടുത്ത മണ്ഡലങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൊളത്തൂരിൽ DMKക്ക് വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്റ്റാലിന് ഇത്തരത്തിൽ തുറന്ന വാഹനത്തിൽ പ്രചരണം നടത്താൻ പോലീസ് അനുമതി നൽകിയപ്പോൾ തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള പെരമ്പൂരിൽ വിജയ് ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള ഒരു അനുമതി ചോദിച്ചുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ചപ്പോൾ വിജയ്ക്ക് തുറന്ന വാഹനത്തിൽ പ്രചരണം നടത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. ഇത് ചെന്നൈ പോലീസിന്റെ പക്ഷാപാതപരമായിട്ടുള്ള നടപടിയാണ് എന്നും നിർമ്മൽ കുമാർ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ചോദ്യമല്ലേ അജയ്? നമുക്കറിയാം ഒരേ സമയം അതായത് സ്വാഭാവികമായും സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പ്രചാരണത്തിനെത്തുമ്പോഴും വിജയെ പോലെ തന്നെ അതായത് വിജയ് എത്തുമ്പോഴുള്ള അതേപോലെ തന്നെയുള്ളൊരു ജനക്കൂട്ടം ഉണ്ടാകാം. പക്ഷേ സ്റ്റാലിന് സുരക്ഷ ഒരുക്കുന്നു. സ്റ്റാലിൻ അതിനുള്ള അനുമതി അതായത് തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കാൻ പ്രചാരണത്തിന് പോകാനുള്ള അനുമതി കൊടുക്കുന്നു. വിജയ്ക്ക് അതില്ല. ഇത് തന്നെയാണ് അതായത് വിജയ് തുടക്കത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തുടക്കം മുതൽ തന്നെ ഇതേ രീതിയിലുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളത്. അതായത് വിജയ്യെ DMK തുടക്കത്തിൽ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോഴും അത്തരം ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? അതായത് പല രീതിയിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിജയ് അത്രയും വലിയൊരു വെല്ലുവിളി DMKക്ക് ഉയർത്തുന്നുണ്ടോ? വിജയ് എന്തായാലും ഈ DMK എന്ന് പറയുന്ന വലിയൊരു തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒറ്റക്കൊമ്പനെ നേരിടാൻ തന്നെ ഇപ്പോൾ മുന്നിട്ടിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം മത്സരിക്കുന്ന പെരമ്പൂർ മണ്ഡലം തന്നെ അത് DMKയുടെ ഒരു സിറ്റിംഗ് സീറ്റാണ്. DMK കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തന്നെ ഏതാണ്ട് 54,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചിട്ടുണ്ട്. അതേ MLA തന്നെയാണ് DMK ഇപ്പോഴും ഇവിടെ നിർത്തുന്നത്. DMKയുടെ ഒരു ഉറച്ച കോട്ട തന്നെയാണ് ഈ മണ്ഡലം. ഏതാണ്ട് 1960 ശേഷമുള്ള കണക്കെടുത്ത് നോക്കിയാൽ കേവലം 2 തവണ മാത്രമാണ് ഈ സീറ്റ് ADMK പിടിച്ചെടുത്തിട്ടുള്ളത്. അത്തരത്തിൽ അതും 2 തവണ ഒഴിച്ചാൽ ബാക്കി എല്ലാ തവണയും DMK ഇവിടെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയൊരു മണ്ഡലത്തിലേക്കാണ് വിജയ് ഈ ഒരു മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല സ്റ്റാലിൻ്റെ മണ്ഡലമായിട്ടുള്ള കൊളത്തൂരിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് പെരമ്പൂർ. അപ്പോൾ ഇവിടെ വിജയ് ഈ മത്സരിക്കുന്നു. അത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും സംസ്ഥാനത്തുള്ള മറ്റ് 234 മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലുള്ള 10 മണ്ഡലങ്ങളിലും വിജയ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്ര വലിയൊരു സ്കെയിലിൽ ആരുമായിട്ടും സഖ്യം ചേരാതെ വിജയ് ഒറ്റയ്ക്ക് തന്നെ TVK എന്നുള്ള ഒരു പാർട്ടിയുടെ ഒറ്റ ലേബലിൽ സംസ്ഥാനത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അത് DMK തങ്ങൾക്കെതിരെ വലിയൊരു ഭീഷണിയായി കണ്ട് TVK ഒതുക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാണ് TVK നേതാക്കൾ പരക്കെ ആരോപണം
ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. TVKയുടെ നേതാവായിട്ടുള്ള ബുസി ആനന്ദ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴടക്കം ഇക്കാര്യം എടുത്തു കാട്ടിയിരുന്നു. ഇപ്പോൾ ഈ CTR നിർമ്മൽ കുമാർ സമർപ്പിച്ചിരിക്കുന്ന പരാതിയിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പോലീസ് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന് അനുകൂലമായി ഒരു നടപടികൾ സ്വീകരിക്കുന്നു, ഇതിലൂടെ TVK പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. എന്തായാലും 2 പരാതികൾ ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുണ്ട്. ഒന്ന്, വിജയുടെ ഈ ഗതാഗത തടസ്സമുണ്ടാക്കി, അതുപോലെ തന്നെ ഈ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ സ്പീക്കറുകളും മറ്റും ഉപയോഗിച്ചു എന്നുള്ള രീതിയിലുള്ള പരാതി. അത് വിജയ് അടക്കം 500 പേർക്കെതിരെയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പരാതി, അത് DMKക്കെതിരെയും സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെയും നിർമ്മൽ കുമാറിന്റെ പരാതിയാണ്. ഈ ഒരു പരാതിയിൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള അനുമതി ഈ വിഷയത്തിൽ വിജയുടെ തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നതാണ് ഇതിലുള്ള ആരോപണം. പല TVK നേതാക്കളും ആരോപിക്കുന്നത് കരൂർ പോലെ ഒരു ദുരന്തമുണ്ടാകാനാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ കാത്തിരിക്കുന്നത് എന്നാണ് ആരോപണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു റാലി, 2 റാലികളുടെയും ഒരു സ്വഭാവം എടുത്തു നോക്കിയാലും വിജയ് നടത്തിയിട്ടുള്ള ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു വലിയ ശക്തി പ്രകടനം തന്നെയാണ് കൊളത്തൂരിൽ MK സ്റ്റാലിൻ നടത്തിയത്. അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പോലും വലിയൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി എടുത്തിരുന്നു. അദ്ദേഹം വലിയൊരു റാലിയായിട്ടാണ് ഈ ഒരു പത്രിക സമർപ്പിക്കാൻ എത്തിയത്. അതിനുശേഷം അദ്ദേഹം റാലിയായി തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു കൊണ്ടുപോയി വേദിയിലെത്തി അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ സ്റ്റാലിൻ സർക്കാർ ഉറപ്പാണ്, ഈ സ്റ്റാലിൻ 2.0 എന്നാണ് അദ്ദേഹം വേദിയിലെത്തി പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ DMK മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രിക തമിഴ്നാടിനെ സംബന്ധിച്ച് ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രകടന പത്രികയാണെന്ന് ഉൾപ്പെടെ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് വിജയ് മറുഭാഗത്ത് റാലി നടത്തിയത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് നടനും രാഷ്ട്രീയ പാർട്ടി നേതാവുമായിട്ടുള്ള TVK നേതാവുമായിട്ടുള്ള വിജയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ വിജയ്ക്ക് വേണ്ടത്ര സുരക്ഷ പോലീസ് ഒരുക്കുന്നില്ലെന്ന ആക്ഷേപം TVKയും ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കാസർഗോഡ് 11-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ. തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റഷീദിനെയാണ് ഹോസ്ദുർഗ് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2024 മെയ് 3-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 11-കാരി പിതാവിന്റെ ഉടമസ്ഥയിലുള്ള കടയിൽ ഒറ്റയ്ക്കായിരുന്ന സമയം സാധനം വാങ്ങാനെന്ന വ്യാജേന എത്തിയ പ്രതി കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ സംഭവം നടന്ന് 2 വർഷം തികയും മുൻപ് തന്നെ കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. 5 വർഷമാണ് കഠിന തടവ് ശിക്ഷ. എന്താണ് ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ? ടോമേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ശിക്ഷ വിധിക്കുന്നു എന്നതാണ് ഇതിലെ പ്രത്യേകത. ഇത് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 മെയ് 3-ന് നടന്ന ഒരു സംഭവമാണ്. ഈ കുട്ടി പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ ഒറ്റയ്ക്കായ സമയത്ത് ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഈ കേസിലാണ് ഇപ്പോൾ ഈ പ്രതിക്കെതിരെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന തൃക്കരിപ്പൂർ വെള്ളാപ്പ് സ്വദേശിയായ ഇയാൾക്കെതിരെ 5 വർഷം കഠിന തടവും അതോടൊപ്പം 15,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം എന്നും ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഹോസ്ദുർഗ് പോക്സോ സ്പെഷ്യൽ കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. സുരേഷ് PM എന്ന് പറയുന്ന ജഡ്ജി, അതായത് വെള്ളിയാഴ്ചയാണ് സമാനമായ ഒരു കേസിൽ 7 വർഷം കഠിന തടവും അതുപോലെ തന്നെ 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ടായത്. അമ്പലത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. അത് 9 വയസ്സുള്ള ഈ ഒരു പെൺകുട്ടിയെ ഈ അമ്മയോടൊപ്പം പശുവിനെ കെട്ടാൻ പോകുന്നതിനിടയിൽ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അതിനുശേഷം കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസാണത്. ഇതിൽ 7 വർഷം കഠിന തടവും 15,000 രൂപയും ഇതേ ഹോസ്ദുർഗ് പോക്സോ സ്പെഷ്യൽ കോടതി തന്നെ ശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജഡ്ജി PM സുരേഷ് തന്നെയാണ് ഈ കേസിലും ശിക്ഷ വിധിച്ചത്. എന്തായാലും തുടർച്ചയായി
ഇത്തരം കേസുകളിൽ ശിക്ഷകൾ വരുന്നു. മാത്രമല്ല, ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്, 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ, അതും 2024 ജൂലൈ 21 നടന്നൊരു സംഭവമാണ്. ഇത്തരം കേസുകളിൽ വളരെ വേഗം തന്നെ ശിക്ഷ ഉറപ്പാക്കുന്നു കോടതി എന്നത് ഏറ്റവും ആശ്വാസകരമാണ്. ഇത്തരം കേസുകൾ ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കാൻ ഇവർക്ക് പരമാവധി ശിക്ഷകൾ, കാരണം പ്രത്യേകിച്ച് ഇത്തരം കേസുകളിലെല്ലാം സാക്ഷികളോ മറ്റോ വളരെ ദുർബലമായിരിക്കും. പ്രധാനമായും ശാസ്ത്രീയ തെളിവുകളും ഇത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ശിക്ഷ വിധിക്കുക. അതുകൊണ്ട് തന്നെ വലിയ കാലയളവിലുള്ള ശിക്ഷ, ജീവപര്യന്തമോ ഇരട്ട ജീവപര്യന്തമോ ശിക്ഷ നൽകുന്നതിൽ പരിമിതിയുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ, അതായത് എ ഗംഗാധരൻ എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ 2 കേസുകളിലും സർക്കാരിന് വേണ്ടി വാദിച്ചിട്ടുണ്ടായത്. എന്നാലും ഇത്തരം കേസുകളിൽ വളരെ വേഗം തന്നെ ശിക്ഷ വേണമെന്ന ഒരു ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോക്സോ അതിവേഗ കോടതികൾ സംസ്ഥാനത്തെ ഉടനീളം ആരംഭിച്ചത്. ഇത് 1.5 വർഷത്തിനകം തന്നെ ഈ 2 കേസുകളിലും ശിക്ഷ വന്നിരിക്കുന്നു. ഇനിയും ഇത്തരം നേരത്തെ ഉണ്ടായ 2024 25 ഒക്കെ ഉണ്ടായ കേസുകളിലെല്ലാം വളരെ വേഗത്തിൽ തന്നെ വിചാരണ പൂർത്തിയാക്കുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ കോടതികളിൽ നടക്കുന്നുണ്ട്. ഏതായാലും 2 കേസുകളിൽ വലിയ ആശ്വാസം. ഒന്ന് 11 വയസ്സുള്ള പെൺകുട്ടിയാണ്, മറ്റേത് 9 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇത്തരത്തിൽ വളരെ ചെറിയ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം, അത്തരം കേസുകളിൽ ശിക്ഷ, പ്രതികൾക്കുള്ള ശിക്ഷ വളരെ വേഗത്തിൽ തന്നെ ഉറപ്പുവരുത്തുമെന്നാണ് ഈ 2 കേസുകളും തമ്മിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റു കേസുകളിലുള്ള നടപടികളും അന്തിമഘട്ടത്തിലേക്കാണ് ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന കേസുകൾ ഇപ്പോൾ ഏറെ വർദ്ധിക്കുന്നുണ്ട്. അത് സ്വന്തം വീട്ടിലായിക്കോട്ടെ, അതല്ലെങ്കിൽ അയൽവാസികളിൽ നിന്ന് അങ്ങനെ വലിയ രീതിയിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ കുഞ്ഞുങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ പ്രതികൾക്ക് ശക്തമായ ഒരു ശിക്ഷ നടപ്പാക്കി കൊടുക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയാത്ത പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ 5 വർഷം മാത്രമാണ് കഠിന തടവ് ശിക്ഷയുള്ളത്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഇതുപോലെ ലൈംഗിക വൈകൃതമുള്ള കുഞ്ഞുങ്ങളോട് പോലും ലൈംഗിക ചൂഷണം കാണിക്കുന്നവർ പുറലോകം കാണാൻ പാടില്ല. അവർ ജയിലിനകത്ത് തന്നെ കിടക്കേണ്ടവരാണ്. കാരണം പുറത്തിറങ്ങിയാലും ഇതേപോലുള്ള ലൈംഗിക വൈകൃതങ്ങൾ വീണ്ടും പ്രകടിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഇത്തരം ഈ ശിക്ഷ കുറഞ്ഞു പോയത് എന്നൊരു കാര്യം പ്രോസിക്യൂഷൻ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ, അതോ കൃത്യമായ തെളിവുകൾ, ഈ പ്രതിക്കെതിരെ കൃത്യമായ തെളിവുകളോ, അതല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവമോ കോടതിയെ ബോധിപ്പിക്കാൻ കഴിയാതെ പോയതാണോ ശിക്ഷ ഇത്രയും കുറഞ്ഞു പോകാൻ കാരണം? അത് തന്നെയാണ് ടോമെ. ഇതിൽ പരിമിതികൾ ഏറെയുണ്ട്. നമുക്ക് അങ്ങനെ എല്ലാ കേസുകളും അങ്ങനെ പറയാൻ പറ്റില്ല. ഓർമ്മയുണ്ടാകും ടോമെ, നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തതാണ് പടന്നക്കാട് പെൺകുട്ടിയെ, ഉറങ്ങിക്കിടുന്ന പെൺകുട്ടിയെ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. അതിൽ ഇരട്ട ജീവപര്യന്തമാണ് കൊടക് സ്വദേശിയായ സലീമിനെതിരെ കോടതി വിധിച്ചത്. അതും ഹോസ്ദുർഗ് കോടതി തന്നെയാണ് അത്തരത്തിലൊരു ശിക്ഷ വിധിച്ചത്. അയാൾക്കെതിരെ മറ്റ് കേസുകളും ഇതുപോലെ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസുണ്ട്. 10 വയസ്സുകാരിയാണ് ഇത്തരത്തിൽ കിടന്നുറങ്ങുമ്പോൾ ചുമന്നു കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി 500 മീറ്ററോളം ദൂരത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും പിന്നീട് സ്വർണ്ണ കമ്മലൊക്കെ മോഷ്ടിച്ചത് അത് നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. അത്തരം കേസുകളിൽ ഇരട്ട ജീവപര്യന്തം വരെ ശിക്ഷിക്കുന്ന സാഹചര്യം ഏതായാലും കോടതികളിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട കേസുകളിൽ, അത്തരം തെളിവുകളും സാക്ഷികളുമുള്ള കേസുകളിൽ കോടതികൾക്ക് അത്തരം ശിക്ഷ വിധിക്കാൻ കഴിയുമ്പോൾ ഇപ്പോൾ ഉണ്ടായ ഈ 2 സംഭവങ്ങൾ തന്നെ പരിശോധിച്ചാൽ 2ലും 10 വർഷത്തിന് താഴെയാണ് ശിക്ഷ എന്നത് അത് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത്. ഇതിൽ കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്തതും പിന്നീട് അന്വേഷണം നടത്തിയ ഒരു കേസാണ്. അതിലാണ് ഈ 7 വർഷവും 5 വർഷവും ശിക്ഷ ഈ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതേസമയം ഇത്തരം വലിയ സാക്ഷികളും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളുള്ള കേസുകളിൽ ഇരട്ട ജീവപര്യന്തം നമ്മൾ പല കേസുകളിലും വലിയ ശിക്ഷ നൽകുന്നത് കണ്ടിട്ടുണ്ട്. മരണം വരെ കോടതി തടവ് ശിക്ഷ നൽകുന്ന സാഹചര്യമുണ്ട്. അത്തരം കേസുകളും ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ 1.5 വർഷം, അതല്ലെങ്കിൽ ഏറിപ്പോയാൽ 2 വർഷത്തിനകം തന്നെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം വർദ്ധിക്കുന്നത്. അത് കാരണം കുഞ്ഞുങ്ങൾക്ക് നേരെ ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ മെസ്സേജ് കോടതികളിൽ നിന്നും വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരം. അതോടൊപ്പം ഇവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വെറുതെ വിടുന്ന കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, പോക്സോ കേസിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന കേസുകളുമുണ്ട്. അത്തരം കേസുകളെല്ലാം കോടതി വളരെ കൃത്യമായി പരിശോധന നടത്തി അതിന്റെ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്നു എന്നതാണ്. നമുക്ക് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കാസർഗോഡ് തന്നെ പോക്സോ കേസിൽ നിരപരാധിയായ
ഒരു അധ്യാപകനെ വെറുതെ വിട്ട ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിൽ സങ്കീർണതകൾ ഒരുപാടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8, 10, 11 വയസ്സുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കുന്നത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പരിമിതികളുണ്ട്. ഇതിൽ പോലീസിന് തെളിവുകൾ ശേഖരിക്കുന്നത് സംബന്ധിച്ച് വെറും ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ കേസുകൾ മുന്നോട്ട് പോകുന്നത്. അത്തരം കേസുകളിൽ 10 വർഷത്തിന് താഴെയും അല്ലെങ്കിൽ 5 വർഷത്തിനിടയിലുമൊക്കെ ശിക്ഷ വരുന്നു. ഏതായാലും വളരെ വേഗം തന്നെ കോടതി ശിക്ഷ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ ആശ്വാസകരം. ഇത്തരം കേസുകളിലെല്ലാം ഇനി നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെല്ലാം അന്തിമ വിധി വരാനിരിക്കുകയാണ്. വിചാരണ നടപടികളെല്ലാം പൂർത്തിയായ 3 or 4 കേസുകളുണ്ട്. ഏതായാലും ഇങ്ങനെ ശിക്ഷ വരുന്ന സാഹചര്യത്തിൽ തന്നെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം കുറയുന്നുണ്ട് എന്നാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കാരണം കോടതി ഇതിൽ ശിക്ഷ ഉറപ്പാക്കുന്നത് അതൊരു മെസ്സേജ് കൃത്യമായി നൽകുന്നുണ്ട്. എത്ര കുറ്റവാളി എത്ര രഹസ്യമായി ചെയ്തു കഴിഞ്ഞാലും അതിൽ തെളിവുകൾ കണ്ടെത്തി ഇങ്ങനെ ശിക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. കോടതികളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും പോക്സോ കോടതികൾ അതിവേഗത്തിൽ തന്നെ ഇത്തരം കേസുകളിൽ ശിക്ഷ വിധിക്കുന്നുണ്ട്. പക്ഷേ ചില കേസുകളിൽ പ്രതിക്ക് ശിക്ഷ കുറയുന്നുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് എതിരായിട്ടുള്ള ലൈംഗിക ചൂഷണം നടത്തുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയണം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവെച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. 90 ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ ഉത്തരവ് അംഗീകരിച്ചതായി കണക്കാക്കാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് തീരുമാനം. അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ കൊണ്ടുവന്ന ലോകായുക്ത നിയമത്തെ നിയമ ഭേദഗതി നിഷ്ക്രിയമാക്കുമെന്നായിരുന്നു എതിർഭാഗത്തിന്റെ വാദം. നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, നേരത്തെ ഈ രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ അഴിമതിക്കെതിരെ, പ്രത്യേകിച്ചും ലോകായുക്ത നിയമം തന്നെ, അതായത് അഴിമതിക്കെതിരായുള്ള ഈ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു. പക്ഷെ അതിനിടെ സർക്കാർ ചില നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നു, രാഷ്ട്രപതി അത് അംഗീകരിക്കുന്നു. അതിനിടെയാണ് രമേശ് ചെന്നിത്തല ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമല്ലേ ഈ കോടതിയുടെ വിധി? മാത്രമല്ല, നമുക്കറിയാം ഇതിനു മുൻപ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ മുൻമന്ത്രി KT ജലീലിനെതിരായിട്ടുള്ള കേസും പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ ഈ ലോകായുക്ത നിയമം അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതാണ് സർക്കാരിനെ സംബന്ധിച്ച്. ഇതിപ്പോൾ ലോകായുക്തയ്ക്ക് കൂച്ചുവിലങ്ങിടുന്ന, ലോകായുക്തയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. അതിപ്പോൾ ഹൈക്കോടതിയും ശരിവച്ചിരിക്കുന്നു, അല്ലേ? അതെ ടോം, ഇനി ലോകായുക്തയ്ക്ക് ഒരു ഉപദേശകന്റെ റോള് മാത്രം, അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിൽ മാത്രമായിരിക്കും പ്രവർത്തിക്കാൻ കഴിയുക. ലോകായുക്ത പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അത് സംസ്ഥാന സർക്കാരിന് തള്ളുവാനോ കൊള്ളുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവോടുകൂടി വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരായിരുന്നു ഈ ലോകായുക്തയുടെ ഭേദഗതി വരുത്തുന്നതിന് എതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർക്ക് തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്ന് പറയാൻ സാധിക്കും. ഈ പൊതുപ്രവർത്തകരുടെ അഴിമതി ചോദ്യം ചെയ്യുന്നതായിരുന്നു ലോകായുക്ത. അത്തരത്തിലുള്ള ഹർജികൾ ലോകായുക്തയ്ക്ക് മുന്നിലൊക്കെ വരുമ്പോൾ അതിലൊരു അന്തിമ ഒരു വിധി പുറപ്പെടുവിക്കും. അത് സ്വാഭാവികമായി പൊതുപ്രവർത്തകർ അനുസരിക്കണം. ആ നിലയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് KT ജലീലിനെതിരായിട്ടായിരുന്നു ലോകായുക്തയുടെ കണ്ടെത്തൽ. ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് പിന്നീട് KT ജലീൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ ഈ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുകയും അതിന് മുഖ്യമന്ത്രിക്ക് എതിരായി അതിന് പലതരത്തിലുള്ള വിധികളും വന്നിരുന്നു. അനുകൂലമായും പ്രതികൂലമായിട്ടൊക്കെ വിധികൾ വന്നിരുന്നു. അതിനെ തുടർന്നാണ് സർക്കാർ ഈ ലോകായുക്തയുടെ ഈ ഉത്തരവ് അതിന് വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കേണ്ട, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്കടക്കം കത്ത് നൽകുകയും അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ ഒപ്പിടുകയും ചെയ്തു. പിന്നീട് രാഷ്ട്രപതി അടക്കം അതിൽ അംഗീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇതിനെ തുടർന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്നത്, അതെങ്ങനെയാണ് സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ MLA-മാരോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ നിയമസഭയിലെ നിലവിലെ ഭരണപക്ഷത്തിന് തന്നെ അതിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നത്? അതൊരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുപ്പ് അത് തന്നെ ആയിരിക്കുമോ? അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടായിരിക്കില്ലേ അവർ
അവരെടുക്കുന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ അതിൽ ഈ ഭേദഗതി വരുത്തുവാൻ ഹൈക്കോടതിയും ശരിവെച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ എന്തൊക്കെയാണ് ഭേദഗതിയിൽ എന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നതിന്റെ ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം നമുക്ക് അതിൽ ചില വ്യക്തത കൈവരികയും ചെയ്യും. നേരത്തെ സംസ്ഥാന സർക്കാർ ഇതിലെ വരുത്തിയ ഭേദഗതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിയമസഭയിൽ ചോദ്യം ചെയ്യാം. മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് ചോദ്യം ചെയ്യാം. MLA-മാർക്കെതിരെയാണെങ്കിൽ അത് സ്പീക്കർക്ക് ചോദ്യം ചെയ്യാം. ആ തരത്തിലായിരുന്നു ഭേദഗതി വരുത്തിയിരുന്നത്. ഇതിനെതിരെയായിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിരവധി വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. നവമി, എന്തായാലും ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. രമേശ് ചെന്നിത്തലയുടെ അതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ നിലപാട് അറിയേണ്ടതുണ്ട്. ഇത് ഈ അഴിമതി തടയാൻ വേണ്ടി, അതായത് നമ്മുടെ നിയമസഭാ സാമാജികർക്കിടയിലുള്ള അഴിമതി, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കിടയിലുള്ള അഴിമതി തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു. ഇപ്പോൾ അതിന് പൂർണ്ണമായോ അല്ലെങ്കിൽ ഒരു ഭാഗികമായി പോലും പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാർക്കെതിരായിട്ടുള്ള വിധി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിധി നിയമസഭയ്ക്കും പുനഃപരിശോധിക്കാൻ കഴിയുമെന്ന തരത്തിൽ പുതിയ ഭേദഗതിയായിരുന്നു സർക്കാർ കൊണ്ടുവന്നത്. അത് നിയമസഭ പാസ്സാക്കുകയും ചെയ്തു, രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്ന പോരാടുന്ന ഇടതുപക്ഷമാണ് ഈ രീതിയിൽ ഈ ഒരു അഴിമതി തടയാൻ വേണ്ടി കൊണ്ടുവന്നൊരു നിയമത്തിന് ഇടുന്നത്? സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണവും ഇനി തുടർ നടപടി, അതായത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തുടർ നീക്കങ്ങളും അറിയേണ്ടതുണ്ടല്ലോ. അദ്ദേഹം മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരം നീക്കങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്തായാലും നിലവിൽ ടോം, ഈ വിധി വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം ഇനി മാധ്യമങ്ങളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറിൽ അതുമായി ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ ലഭ്യമാകും. നിലവിൽ പ്രതിപക്ഷ MLA-മാരും തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി തുടർന്ന് മേൽക്കോടതികളേക്ക് സമീപിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം ഈ പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ അഴിമതി കാണിച്ചാൽ പിന്നെ ആരാണ് അത് ചോദ്യം ചെയ്യേണ്ടതെന്ന് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ഇനി അവരുടെ അടുത്ത തുടർ നടപടി എന്താണെന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും സ്വാഭാവികമായും മേൽക്കോടതി അടക്കം ഇതിൽ സമീപിക്കാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നിലവിൽ ഇപ്പോൾ ഈ ഭേദഗതിയുടെ പൂർണ്ണ രൂപം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനായിരിക്കും അവരുടെ തീരുമാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ പൊതുപ്രവർത്തകർ അഴിമതി കാണിച്ചാൽ പിന്നെ ആരാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിലെന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ കാത്തിരിക്കേണ്ടി വരുന്നു. പ്രതിപക്ഷത്തിന്റെ അടക്കം ഇതിൽ മറുപടി വേണം. ഈ ഉത്തരവിന്റെ പൂർണ്ണ രൂപം കൂടി ലഭ്യമായതിനു ശേഷമായിരിക്കും ഇവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് കോൺഗ്രസ് CPM സംഘർഷം. വനിതാ പ്രവർത്തകരടക്കം 4 പേർക്ക് പരിക്കേറ്റതായി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി. പത്താങ്കൽ ഗ്രന്ഥശാലയിൽ UDF സ്ഥാപിച്ച പാർട്ടി ഓഫീസിലേക്ക് ഒരു സംഘം CPM പ്രവർത്തകർ അതിക്രമിച്ചു കടന്ന് ആക്രമണം നടത്തിയതായി കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. 15ഓളം CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ പരാതി. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, സാധാരണ ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഈ പ്രചാരണ സമയത്തൊക്കെ ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവാണ്. ഈ നെടുമങ്ങാട്ടെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് നെടുമങ്ങാട്. CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന മീനാങ്കൽ കുമാറാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം CPIയിൽ നിന്ന് കോൺഗ്രസിൽ വന്നോണ്ട് അദ്ദേഹത്തെ സീറ്റ് ലഭിക്കുകയായിരുന്നു. അങ്ങനൊരു തർക്കം അവിടെ, അല്ലെങ്കിൽ അത്തരമൊരു വൈരാഗ്യം അവിടെ രണ്ട് പാർട്ടി പ്രവർത്തകരും തമ്മിലുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പത്താങ്കലിലുള്ള CPIയുടെ കോൺഗ്രസിന്റെ UDFന്റെ തെരഞ്ഞെടുപ്പ് സമിതി ഓഫീസ് ആക്രമിച്ചു എന്നാണ് UDFന്റെ പരാതി. പരാജയ ഭീതിയിൽ CPM ഒക്കെ അക്രമം അഴിച്ചുവിടുന്നുവെന്ന ആരോപണമാണ് മീനാങ്കൽ കുമാർ ഉന്നയിച്ചത്. ഒരു പ്രകോപനവുമില്ലാതെ പത്താങ്കലിലെ
ബൂത്ത് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുകയും വനിതാ പ്രവർത്തകരടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ UDFിൻ്റെ ആരോപണം. നെടുമങ്ങാട് സമാധാനപരമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഈ പ്രവർത്തകരുടെ DYFI പ്രവർത്തകരുടെ അക്രമത്തിൽ വനിതകളടക്കമുള്ള കോൺഗ്രസ് UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. പലർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി റഫീഖ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് റംജീന, കോൺഗ്രസ് പ്രവർത്തകരായ അൽഫിയ, സഫീർ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. CPM നൽകിയ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് സമയം വളരെ വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇത്തരം സംഘർഷങ്ങളിലേക്ക് കലാശിക്കുന്നത് പോലീസിനും ഒരു തലവേദനയാണ് ആകുമെന്ന് ഉറപ്പാണ്. ഏതായാലും തുടർ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം ഇപ്പോൾ അവിടെ ഇല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത് കൂടുതൽ രൂക്ഷമാകാനിടയുണ്ട്. വളരെ വലിയ വീറും വാശിയുമുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ചും CPI നിന്ന് വന്ന ഒരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വൈരാഗ്യവും പാർട്ടി മുന്നണി പ്രവർത്തകർ തമ്മിലുണ്ട്. അങ്ങനെ ഇപ്പോഴവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? പോലീസ് എത്രത്തോളം ജാഗ്രതയിലാണ്? നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു വലിയ ശക്തമായ മത്സരം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വലിയ ശക്തമായ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ് നെടുമങ്ങാട്. ഇനിയൊരു രാഷ്ട്രീയ സംഘർഷത്തിന് സാധ്യതയുണ്ടോ അവിടെ? കാര്യമായൊരു സംഘർഷാവസ്ഥ നിലവിലില്ല. ഇന്നലെ വൈകുന്നേരത്തുണ്ടായ ഒരു സംഭവമാണിത്. അതിനുശേഷം പോലീസ് അവിടെ കാവലൊക്കെ ഏർപ്പെടുത്തി പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം വളരെ വൈകാരികമായി രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളുകളുള്ള പ്രദേശം കൂടിയാണിത് അവിടെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംഘർഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലൊക്കെ വീണ്ടും ഇത്തരം സംഭവങ്ങളിലേക്കുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മേഖലയിലാണ് ഒരു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സംഘർഷത്തിലേക്കുമൊക്കെ പോയത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ BJP നേതാക്കൾ മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ നിലവിലവിടെ സ്ഥിതിഗതികൾ ശാന്തമാണ്, സമാധാന അന്തരീക്ഷമാണ്. പോലീസ് വലിയ ജാഗ്രതയിലുമാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പൊതുവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് ഈ നെടുമങ്ങാട് പത്താംകല്ല് ഭാഗത്തും അത്തരമൊരു സൂക്ഷ്മത, ഒരു ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുണ്ട്. അവിടെ പോലീസിൻ്റെ വലിയ വിന്യാസമൊക്കെ ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോകാൻ ഇരു കക്ഷികളോടും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പരാതിയിൽ ഇതിനകം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറിയിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. തങ്കമണി മരിയാപുരം സ്വദേശിയായ ചുഴലി മഹേഷിനെയാണ് വെള്ളത്തൂവൽ പോലീസ് പിടികൂടിയത്. പീരുമേട്ടിൽ നിന്നുമാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി VK സ്റ്റാലിൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. സ്റ്റാലിൻ, ഈ ചുഴലി മഹേഷ് ഒരു സ്ഥിരം മോഷ്ടാവാണോ? ഈ ക്ഷേത്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന വ്യക്തിയാണോ? എങ്ങനെയാണ് പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്? സൂചിപ്പിച്ച പോലെ തന്നെ ചുഴലി മഹേഷ് നിരവധി കേസുകളിലെ പ്രതിയാണ്. ക്ഷേത്രമോഷണം ഉൾപ്പെടെ വീടുകളുടെ മോഷണം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ ഇടുക്കിയിലെ പല സ്റ്റേഷനുകളിലും ഇയാൾ പ്രതിയാണ്. കഴിഞ്ഞ ദിവസം ആനച്ചാല്, പ്രത്യേകിച്ചും ഇടുക്കിയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് ആനച്ചാല്. വലിയ തോതിൽ ഭക്തജനങ്ങൾ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വരുമാന മാർഗങ്ങളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് മിക്കവാറും ക്ഷേത്രത്തിൽ പണത്തിന്റെ സാഹചര്യമുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 1 മണിയോട് കൂടി, 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കെന്നാണ് നമ്മുടെ വെള്ളത്തൂവൽ പോലീസ് നമ്മളോട് പറയുന്നത്, ക്ഷേത്രത്തിന്റെ ഓഫീസിൽ കയറി ഓഫീസിന്റെ വാതില്, തടി കൊണ്ടുള്ള വാതില് കല്ലിനെ ഇടിച്ച് തകർത്ത് ആണ് ഇയാൾ അകത്ത് കടന്നെന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തല്. എന്നാലും അവിടെ നിന്ന് രാത്രി കടന്നുപോയി. പിന്നെ വെളുപ്പിനെയുള്ള KSRTC ബസ്സിൽ ഇയാൾ അവിടെ നിന്ന് കടന്നു പോകുന്നതായിട്ട് ചില CCTV ദൃശ്യങ്ങളിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പിന്നീട് ഇയാളെ പീരുമേട്ടിൽ നിന്നും പിടിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഇയാൾ തമിഴ്നാട് മേഖലയിലേക്കും അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തേക്കും ഒക്കെ യാത്ര ചെയ്തിരുന്നു. അതിനുശേഷം തിരിച്ച് പീരുമേട്ടിലെത്തി ഈ സമയത്താണ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും 1 ലക്ഷം രൂപയോളം ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കണ്ടത്. പക്ഷെ പണം പൂർണ്ണമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇന്നലെ അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് ഏതെങ്കിലും മോഷണ കേസുകളിലോ മറ്റോ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ ഈ ചുഴലി മഹേഷ്? മാത്രമല്ല ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നു, അങ്ങനെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കഥകൾ ഉണ്ടാകുമോ?
ക്ഷേത്രമോഷണം അല്ല ഇയാളുടെ പ്രധാന മോഷണ രീതികൾ. മറ്റ് വീടുകളിലുണ്ട്. അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളിൽ നിന്നുള്ള ഏലക്ക ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച സംഭവങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കടകളിൽ മോഷണം നടത്തിയതായിട്ടും ഒക്കെയുള്ള നിരവധി കേസുകൾ പല സ്റ്റേഷനുകളിലും, പ്രത്യേകിച്ചും തങ്കമണി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ ഉണ്ടായിട്ടുണ്ട് മുൻപൊക്കെ. അപ്പോൾ ക്ഷേത്രമോഷണം അല്ല പ്രധാനമെങ്കിലും ഇത് ഒരു പ്രധാന ക്ഷേത്രം എന്ന നിലയിൽ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള നല്ല വരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഇയാൾക്കുണ്ടാവാം. കാരണം ആനച്ചാൽ ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം വരുന്ന വിശ്വാസികൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിലുള്ള പണം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഒരുപക്ഷെ ഇയാൾക്കുണ്ടാകാം ടോമേ. അതുകൊണ്ടായിരിക്കാം ഇവിടെ കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അയാൾ വിചാരിച്ച പോലെ തന്നെ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ വരുമാനം ഉള്ളതുകൊണ്ട് പണവും ഉണ്ടായിരുന്നു. 1 ലക്ഷം രൂപയോളം അവിടുന്ന് നഷ്ടപ്പെട്ടതായിട്ടാണ് അതിന്റെ അധികൃതരൊക്കെ പറയുന്നത്. പോലീസിന്റെ അന്വേഷണത്തിലും 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടുള്ളത് വസ്തുതയാണെന്ന് തന്നെയാണ് ഇയാളുടെ പോലീസ്. മോഷണത്തിന്റെ രീതി എങ്ങനെയാണ്? ഇങ്ങനെ ഈ രാത്രിയിൽ മോഷണം നടത്തുക, പിന്നീട് ബസ്സിൽ കടന്നു കളയുക, അതിനപ്പുറം ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തിയത്? ഇടുക്കി ജില്ലയിൽ മാത്രമാണോ അതോ മറ്റ് ജില്ലകളിലും മോഷണം നടത്തുന്ന വ്യക്തിയാണോ ഇയാൾ? പകൽ സമയത്ത് സ്ഥലങ്ങൾ കണ്ടുവച്ച് അവിടെ സാധാരണ യാത്രക്കാരെ പോലെ കറങ്ങി നടന്ന് സ്ഥലങ്ങൾ കണ്ടുവച്ചതിന് ശേഷം രാത്രി കാലങ്ങളിലാണ് കൂടുതലും മോഷണം നടത്തുന്നതെന്നൊക്കെയാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലും വിലയിരുത്തലും ഒക്കെ. പിന്നെ മറ്റ് സംസ്ഥാനത്തുള്ള മറ്റ് മോഷ്ടാക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഇയാൾക്ക് ഉണ്ട് എന്നുള്ളൊരു നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കേസിലും ഇയാൾ മാത്രമല്ല പിന്നെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല കേസുകളിലും ഇയാൾ കക്ഷിയായിട്ടും ഉണ്ട്. പിന്നെ കടകളിലെ ചെറിയ തോതിലുള്ള മോഷണങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു വളരെയധികം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. എപ്പോഴും പോലീസിന്റെ ഒക്കെ ഒരു നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു ആളുകൂടിയാണ് ഈ ചുള്ളി മഹേഷ് എന്ന് പറയുന്നത്. എന്തായാലും തങ്കമണി സ്റ്റേഷന്റെ പരിധിയിലാണ് ഇയാളുടെ വാസസ്ഥലം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച US-ഉം ഇസ്രായേലും. ടെഹ്റാനിലെ പവർ പ്ലാന്റിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായി. ഇസ്ഫഹാനിലെ ആയുധപുര US ബോംബ് ഉപയോഗിച്ച് തകർത്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന്റെ ദൃശ്യങ്ങൾ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ദുബായ് അന്താരാഷ്ട്ര തുറമുഖത്തിൽ കുവൈത്ത് എണ്ണക്കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ എണ്ണച്ചോർച്ചയില്ലെന്ന ആശ്വാസകരമായ വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് ഇറാൻ പാർലമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകി. അജയ്, സുധ, ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, US-ഉം ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യം. ഇന്നലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് US-ഉം ഇസ്രായേലും ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി അവിടുത്തെ? എന്തായാലും ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാനിൽ വൈദ്യുതി ബന്ധം തകരാറുള്ള സ്ഥിതിയുണ്ട്. അജയിലേക്ക് വേണ്ട. അജയ്, എന്താണ് നിലവിലെ സ്ഥിതി? ടോം, ഇപ്പോഴും ആക്രമണങ്ങൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥയുണ്ട്. പ്രധാനമായിട്ടും ഇറാനിലുള്ള പവർ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഈ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അത് ശക്തമാണ്. അമേരിക്ക നിലവിൽ ഇത്തരം ആക്രമണങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഏപ്രിൽ 6 വരെയാണ് ഇത്തരം ഒരു വെടിനിർത്തൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഈ പവർ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ശക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ടെഹ്റാനിലുള്ള ഒരു പവർ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത്
വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ടെഹ്റാനിലും അതുപോലെ തന്നെ സമീപ നഗരങ്ങളിലും ഉൾപ്പെടെ ഏറെ നേരത്തേക്ക് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അത് പല സ്ഥലങ്ങളിലും അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ഫഹാനിൽ അമേരിക്കയുടെ ആക്രമണവും ഇപ്പോൾ രൂക്ഷമായിട്ടുണ്ട്. ഇസ്ഫഹാൻ എന്ന് പറയുന്നത് ഇറാനുള്ളിലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണ ഒരു ശൃംഖല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ 3 യൂണിറ്റ് യുറേനിയം എൻറിച്ച്മെന്റ് സൈറ്റുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടേക്കാണ് US അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയത്. ഇന്ന് രാവിലെയാണ് ഇത്തരം ആക്രമണങ്ങൾ അത് US പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ ഹാൻഡിൽ വഴി ഒരു വീഡിയോ ഇതിന്റെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന്റെ വീഡിയോ പങ്കുവെക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ തിരിച്ചുള്ള പ്രത്യാക്രമണങ്ങളും ശക്തമായി തന്നെ തുടരുകയാണ്. ഒരു MQ-9 ഡ്രോൺ ഇറാൻ നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഇത് ഏതാണ്ട് ഒരു ഡ്രോണിന് $30 മില്യൺ ഇതിന്റെ ഒരു നിർമ്മാണ ചെലവെന്ന് പറയുന്നത്. ഇത്ര ഒരു വിലപിടിപ്പുള്ള ഒരു ഡ്രോൺ കൂടിയാണ് ഇറാൻ നശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ ഒരു ബാരലിന് $115 ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ പ്രത്യാക്രമണവും നിലവിൽ വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ ദുബായ് അന്താരാഷ്ട്ര തുറമുഖത്തിൽ നങ്കൂരമിട്ടിരുന്ന ഒരു കുവൈറ്റ് കപ്പലിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണമായിരുന്നു. ഈ കപ്പലിന് കേടുപാടുകൾ ഉൾപ്പെടെ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ കപ്പലിനുണ്ടായ ആക്രമണത്തിൽ 24 ജീവനക്കാരും സുരക്ഷിതരാണ്. ഇതിൽ എണ്ണച്ചോർച്ച ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം ആശങ്കകൾ ഒന്നും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എണ്ണച്ചോർച്ച ഉൾപ്പെടെ പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെബനനിലുള്ള ഇസ്രായേലിന്റെ ആക്രമണവും നിലവിൽ ശക്തമായി തുടരുകയാണ്. ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 3 UN സൈനികർ കൊല്ലപ്പെട്ടു. ഈ സൈനികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്തോനേഷ്യയിലുള്ള 3 സൈനികരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. ഇവർ UN പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായി ലെബനനിൽ പ്രവർത്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസ് ഒരു അടിയന്തര UN യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടെയാണ് ഇറാൻ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് ടോൾ പിരിക്കാനുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് മുൻപ് ഇത്തരം ആലോചനകൾ ഇറാൻ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് ഇറാന്റെ പാർലമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള ഒരു നടപടിക്രമം അനുസരിച്ച് ഇറാന് ഈ ഒരു ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾ തടഞ്ഞ് അതുവഴി ടോൾ പിരിക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഏതൊക്കെ കപ്പലുകളെയാകും തടയും എന്നതിനെ സംബന്ധിച്ച് അവർ ഇതുവരെ പ്രസ്താവനയൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതിപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. ഇന്ന് 2 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത്. മറ്റ് 18 കപ്പലുകൾക്ക് കൂടി അനുമതി തേടുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. അപ്പോൾ അതിനിടെയാണ് ഈ ടോൾ പിടിക്കാനുള്ള നടപടികളുമായി ഇറാൻ മുന്നോട്ട് നീങ്ങുന്നത്. വ്യക്തമാണ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിലെ സാഹചര്യം കൂടുതൽ രൂക്ഷമാകുന്നു. US-ഉം ഇസ്രായേലും ആക്രമണം കൂടുതൽ കടുപ്പിച്ച സാഹചര്യമാണ് അവിടെ ഉള്ളത്. ബത്തേരിയിൽ വൻ കുഴൽപ്പണവേട്ട. മതിയായ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 45 ലക്ഷം രൂപയുമായി 2 പേരാണ് പിടിയിലായത്. കോഴിക്കോട് മുക്കം സ്വദേശികളായ മുഹമ്മദ് റഹീം എന്നിവരാണ് പിടിയിലായത്. ഇന്നോവ ക്രിസ്റ്റയുടെ അടിഭാഗത്ത് രഹസ്യ അറയിലാണ് പണം സൂക്ഷിച്ചിരുന്നത്. ജയരാജ് ബത്തേരി ചേരുന്നു വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ജയരാജ്, ഇത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്, പലയിടങ്ങളിലും പരിശോധനയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന കുഴൽപ്പണമാണോ ഇത്? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ടോം, കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നും ഈ കുഴൽപ്പണം പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നും ഇന്നോവ ക്രിസ്റ്റ വണ്ടി പരിശോധിച്ചതിൽ നിന്നും ഈ കുഴൽപ്പണം കിട്ടുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരച്ചിലുകളും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളും പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും മുത്തങ്ങ നിന്നുള്ള ഒരു പരിശോധനയിലാണ് ഇത്തരത്തില് കിട്ടിയത്.
എന്തായാലും ഈ പണം നഞ്ചൻകോട് നിന്നാണ് വന്നതെന്നാണ് അറിയുന്നത്. പ്രതികള് പോലീസിനോട് പറഞ്ഞത് അത് സ്വർണം വിറ്റ പണമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ക്രിസ്റ്റ വാഹനത്തിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച രേഖയില്ലാത്ത ഏതാണ്ട് 45 ലക്ഷം രൂപയോളമാണ് ഇന്നലെ പോലീസ് പിടിച്ചെടുത്തത്. ഇതേ സംബന്ധിച്ച് തന്നെ കോഴിക്കോട് മുക്കം നീരേശ്വരം സ്വദേശികളായ റഹീം അതുപോലെ തന്നെ അഹമ്മദ് കുട്ടി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പണം ഏത് രീതിയിലാണ് എത്തിയതെന്നുള്ളത് ഒരു പക്ഷേ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പണം സ്വർണം വിറ്റ് കൊണ്ടുവരുന്ന പണമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രഹസ്യ അറയിൽ എങ്ങനെ സൂക്ഷിച്ചു എന്നുള്ളതും ഒരു ചോദ്യമാണ്. അതിന് വ്യക്തമായ രേഖകളില്ല ഈ പണത്തിന്. എന്തായാലും ഈ രണ്ടുപേരെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ആയിരിക്കും ബാക്കി കാര്യങ്ങൾ നമുക്കറിയുക. യെസ്, ജയരാജ്, ഈ വ്യാപകമായ രീതിയിൽ ഇപ്പോൾ ഈ പണം കടത്തുന്നുണ്ട്. പോലീസ് പലയിടങ്ങളിലും പോലീസിൻ്റെ പരിശോധനയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി തന്നെ, അതായത് ഇന്നോവ ക്രിസ്റ്റ കാറിൻ്റെ അടിഭാഗത്ത് രഹസ്യ അറ നിർമ്മിക്കുന്നു, അതിൽ ഒളിപ്പിച്ച് പണം കടത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ കാറ് പതിവായി ഇതുപോലെ കുഴൽപ്പണം കടത്തുന്നതല്ലേ? അത് ആരാണ് ഇതിന് പിന്നിലെന്ന് ഉൾപ്പെടെയുള്ള വിശദമായൊരു അന്വേഷണം ആവശ്യമല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിലുള്ള ചില കുഴപ്പങ്ങളൊക്കെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ് ഇതിന്റെ ഒരു സോഴ്സ് എന്നുള്ളത് വ്യക്തമായി അന്വേഷിക്കും എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവര് സ്വർണം വിറ്റ ക്യാഷ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇതുപോലെയുള്ള കുഴൽപ്പണ കടത്തുകൾ നമ്മൾ ഇതിന് മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടികളുടെ തന്നെ പണം. പക്ഷെ ഇത് 45 ലക്ഷം രൂപയേ ഉള്ളൂ എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഈ കുഴൽപ്പണക്കാരെ സംബന്ധിച്ച് ഒരു നിസ്സാര തുകയാണ്. കാരണം ഇവിടെ തന്നെ കോടികളുടെ തുക പല സമയങ്ങളിലായി 3 മാസങ്ങൾക്ക് മുമ്പൊക്കെ. പക്ഷെ ഇത്തരത്തിലുള്ള ഇലക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസണിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പണം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലുള്ള പണമാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള പണമാണെന്നുള്ളതൊക്കെ പോലീസിന്റെ അന്വേഷണം തന്നെ വ്യക്തമാകും. ഇപ്പോൾ നമുക്ക് കിട്ടിയത് വെച്ച് ഇന്ന് കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം അല്ലെങ്കിൽ തെളിവെടുപ്പിന് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. യെസ്, വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. ബത്തേരിയിലാണ് വൻ കുഴൽപ്പണ വേട്ട നടന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.